രാവിലെയാണ്. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓഫീസിൽ പോവാൻ നിൽക്കാം. ലേറ്റ് ആയി, ആസ് ഓൾവേസ് ഞാൻ ലേറ്റ് ആയി. ആമി പാർട്ടി ക്ലാസ്സിൽ പോയേക്കാം, അഭിച്ചേട്ടൻ BNIയുടെ ഒരു പരിപാടിക്ക് പോയേക്കാം. അപ്പൊ എന്തോ പരിപാടിക്ക് പോയേക്കാം. അപ്പം ഉച്ചവരെ ഓഫീസിൽ പോകണം. ഇന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയാ പോണേന്ന് നോക്കാം. ഒരു വീക്കെൻഡ് അല്ലേ, നോക്കാം. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. ഇന്ന് ഞാൻ നോർമൽ ഒരു ജീൻസും ടീഷർട്ടും ഇട്ടേക്കണം. ചൂടെടുത്തിട്ട് വയ്യ. കുളി കഴിഞ്ഞ് ഞാൻ വിയർത്ത് കുളിച്ചു. അപ്പം എന്തായാലും നമുക്ക് പോവാം. ആദ്യനെ വീട്ടിലാക്കിയിട്ട് വേണം പോവാൻ. വെക്കേഷൻ കഴിയാറായി. ആദ്യം യൂണിഫോം സ്റ്റിച്ച് ചെയ്യണം. ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം യൂണിഫോം പ്രാവശ്യം വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ്. കയ്യ നമ്മൾ മേടിക്കണ്ട, പക്ഷെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കണം. അവരൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിൽക്കണം കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കണം. തുണി എടുക്കണം. സ്പെഷ്യൽ യൂണിഫോം ഒരു കോട്ടൊക്കെ ഉള്ളതാ. അതിപ്പോൾ അവർ തന്നെ സ്റ്റിച്ച് ചെയ്യും. അവർ അപ്പം അവർ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ദിവസം പോയിട്ട് അച്ഛനെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ തന്നെ അളവെടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മേടിക്കണം. പുതിയ സ്കൂളായതുകൊണ്ട് അതിക്ക് ബാഗ് ഇതൊക്കെ പുതിയത് മേടിക്കണം. കാരണം LPയിൽ ഉപയോഗിച്ച ബാഗ് UPയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം മേടിക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇന്ന് ആമി ഉണ്ടായിരുന്നില്ല. ആമിക്ക് ഇന്ന് മ്യൂസിക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. ശനിയാഴ്ചകളിൽ അവർക്ക് മ്യൂസിക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ അന്ന് ഷഞ്ജുന അവളെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞി മ്യൂസിക് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമിക്കൊരു കുഞ്ഞി കൂട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ അവൻ ഇറക്കിയിട്ട് പിന്നെ ഞാൻ നേരെ ഓഫീസിൽ കയറിയിട്ടോ. അപ്പോൾ ഓഫീസിൽ പോയപ്പോൾ പിന്നെ അഭിച്ചേട്ടൻ ഓരോ കോൾസൊക്കെ ചെയ്തിട്ട് ഫിറ്റിങ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഓരോ പണികൾ തന്നിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ബെഡ്റൂം ഡോർസൊക്കെ ചെയ്യുമ്പോൾ ചില കസ്റ്റമേഴ്സിന് ലോക്കൊന്നും മേടിക്കാൻ പോകാൻ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എണ്ണൊക്കെ നോക്കി ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. മുന്നേ എടുത്ത് വെക്കും. കാരണം ആ ടൈമിൽ എടുത്ത് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഹറിബറി ആവുമല്ലോ. അപ്പം ഞാൻ സാധാരണ ഇത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ ഇത് ജിൻസനാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് പോയപ്പോൾ ജിൻസന ചെയ്ത സൈറ്റിലേക്ക് പോയേക്കായിരുന്നു തോന്നണമെന്ന്. അപ്പം ഞാനാണ് അതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ അതിന് ചെറിയൊരു വീഡിയോ എടുത്തു. ഓഫീസിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല. പിന്നെ എന്തോ നമ്മൾ മറ്റുള്ളവരെ കംഫർട്ട് കൂടി നോക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ വീഡിയോസ് അങ്ങനെ അധികം എടുക്കാറില്ല കേട്ടോ. ഇത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോൾ എന്തൊരു സുഖം എന്നറിയോ. ലൂസുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടുമ്പോൾ ഭയങ്കര ചൂടാണ്. നല്ല ചൂടല്ല. ഇപ്പം മഴയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത്. എനിക്കിപ്പോൾ ചൂടെന്ന് പറയുന്ന ഒരു ഫീലേ ഇല്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ കളിയാവും. പിന്നെ അമ്മയുടെയൊക്കെ കൂടെ കുറച്ച് നേരം ഷട്ടിൽ കളിക്കാമെന്ന് വിചാരിച്ചു. 2000 രൂപയുണ്ട്. ഇത് 300 എത്രയുണ്ടാവും? പോയിട്ട് ബാക്കിൽ ഞങ്ങളുടെ നല്ല കലപില നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് ഞാൻ ഇതിൽ ഇടുന്നില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാമല്ലോ. പണ്ടുണ്ടല്ലോ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ വഴിയിൽ ഒരുപാട് പെൺപിള്ളേരുണ്ടായിരുന്നേ. ഞാൻ, എൻ്റെ അനിയത്തി, ഫസീലയുടെ അവിടെ തന്നെ 3 പേരുണ്ട്. പിന്നെ സരിത, സവിത, സംഗീത. അപ്പോൾ നല്ല ഇത്രയും പിള്ളേരാണ്. ഞങ്ങൾ 2 ടീമായിട്ട് ഷട്ടിൽ കളിക്കും. പിന്നെ പണ്ടത്തെ ഓരോ കളിക്കില്ലേ, പൂപ്പറിക്കാൻ പോരുന്നും പിടി രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികൾ. പിന്നെ എന്താ പറയുക, അമ്മയും കുട്ടിയായിട്ടുള്ള കളി. അതുപോലെ മാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കില്ല. അങ്ങനെ ഒരുപാട് മൈലാഞ്ചി അരച്ചിടൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഷട്ടിൽ കളിച്ച് അമ്മ എക്സസൈസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ കളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. കണ്ടില്ലേ വീഡിയോയിൽ ചിടുങ്ങാമണികൾ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അപ്പോൾ പല ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഞങ്ങളിവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്, ബാക്കിലും ഒരു ടീം കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഷീറ്റ് വിരിച്ചുല്ലോ ഫ്രണ്ടിൽ. അതുകൊണ്ട് തന്നെ ഈ കോക്ക് കളിക്കാനുള്ള ഒരു ഈസിനെസ് പോയിട്ടോ. കാരണം പണ്ട് ഇങ്ങനെ അല്ല, ഷീറ്റിൻ്റെ മുകളിലും കയറിയെടുക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഇതിപ്പോൾ എവിടെ കളിച്ചാലും ഷീറ്റാണ്. നിറച്ച് വയറുകൾ, ഇലക്ട്രിക്കിൻ്റെയും കേബിളിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് വയറുകളും. അതുകൊണ്ട് തന്നെ കളിക്കാനുള്ളൊരു ഇത് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എല്ലാവരും കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ പിള്ളേരുടെ ടീം ഇവിടെ കളിക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ കുഴലൊക്കെ എവിടെയാ? കുഴലെവിടെയാ? അപ്പൊ എളുപ്പത്തിനാണോ ഇത് കൊണ്ട് നടക്കണേ? നോക്കട്ടെ, നെയിൽ പോളിഷ് നോക്കട്ടെ. നെയിൽ ആർട്ട് ആരാ ചെയ്തന്നെ?
അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി. പിന്നെ കുറച്ച് നേരം അറിയത്തിരുന്നു, അവിടെ നിന്നൊക്കെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. ഇന്ന് അഭിച്ചേട്ടന് BNIയുടെ തന്നെ വേറൊരു പരിപാടി വൈകുന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഭിച്ചേട്ടൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് പിന്നെ എന്തിനാ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയിട്ടോ. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോയാലോ എന്ന് ജസ്റ്റ് പറഞ്ഞോളൂ. പിന്നെ പിള്ളേർ അതുമ്മ പിടിച്ച് കയറി കേട്ടോ. എനിക്കറിയണ്ടായിരുന്നില്ല ഈ ചനയൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അപ്പം അമ്മ ഇത് കേട്ട വഴിക്ക് അമ്മയ്ക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ എപ്പോഴും ഫുഡ് കഴിക്കുന്നതോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അമ്മ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം അത് വേഗം എടുത്തു കൊണ്ടുവന്നു കേട്ടോ, നിങ്ങൾ ഇത് കഴിക്കുന്നു പറഞ്ഞിട്ട്. അപ്പം പിള്ളേർ ആകെ അലമ്പായി തുടങ്ങി, ഞങ്ങൾക്ക് പോകണം. പിള്ളേർ അവരുടെ 18ാമത്തെ അടവ് വരെ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു കേട്ടോ. അതും ഇപ്പൊ അത് ആ കുടി രണ്ടും ഞാനുള്ളൂ എന്റെ തലയില്. അതിൽ തോരണം പോയി. അയ്യോ പോരും ഞാനേ രാജുവിന്റെ പോലെയാ, മൈറ്റി രാജുവിന്റെ പോലെ. നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, നാളെ പോയാൽ മതി നിങ്ങൾ ഇതൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞ വഴിക്ക് അമ്മ അവിടെ നിന്ന് എണീറ്റ് പോകണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ വെറുതെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെത്തിക്കൊണ്ടിരുന്നു പറയല്ല, അമ്മ ഉള്ള വാട്ടർ മെലണൊക്കെ ചെത്തി കഷ്ണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കുക നിങ്ങളിത് കഴിക്കുന്നു അങ്ങനെ. പിന്നെ അമ്മ സ്ഥിരം അമ്മ ടോക്സ് എടുത്തു. എന്തോ ഒരു ഹെൽത്തി ആണെന്നറിയാം ഇതെല്ലാം. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ബട്ടറുണ്ട്, ക്യാബേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അത് ഒരു ഇതെല്ലാവരും അങ്ങനെയാണോ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ അമ്മാമ്മമാരൊക്കെ? ഞാൻ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാട്ടർമെലൺ, നല്ല മധുരമുള്ള വാട്ടർമെലനായിരുന്നു. പിള്ളേർ ഇതൊന്നും കൂടെ സൈഡായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ചെന ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ആർക്കും ഇത് പോണെന്ന് പറഞ്ഞോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ആർക്കും കെട്ടിപ്പിടിച്ചപ്പോ ചിറ്റ ആദ്യം ഇവിടെ അഭിനയിച്ച് കാണിച്ചത് കുഞ്ഞിയുടെ എക്സ്പ്രഷനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആമിയും ആദ്യം ഇവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷഞ്ജുന ആദ്യനെ കെട്ടിപ്പിടിച്ചപ്പോൾ കുഞ്ഞിക്ക് കുശുമ്പായിട്ട് കുഞ്ഞിയുടെ എക്സ്പ്രഷൻ കാണിച്ചതാണ്. പിന്നെ പിള്ളേർ പറഞ്ഞത് 18ാമത്തെ അടവിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. ഇവരിങ്ങനെ കാല് കാണിക്കുക, വീഡിയോ എടുക്കുക, ഒരു കാര്യമുണ്ട്, ഒരു സൂത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഓണാക്കി വെപ്പിച്ചതാ. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പതിനെട്ടാമത്തെ അടവ് സക്സസ്. A few moments later. അമ്പതല്ലേ മിന്നുവിന് പാനിപ്പൂരിനെ പറ്റിയുള്ള അഭിപ്രായം പറയും. ആമിക്കൊന്നും ആദ്യം പാനിപ്പൂരി ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. ഒരു സമയത്ത് മിന്നു ഛർദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അഭിമാമനൊന്നല്ല, ഞങ്ങള് കൊണ്ടുവന്നിട്ട് ഒരു സാർ ഞാനൊരിക്കൽ ഞങ്ങളവളെ കൊണ്ടുവന്നിട്ട് അവൾക്ക് ഛർദിക്കാൻ വന്നിട്ടുണ്ട് മതി എന്ന് പറഞ്ഞിട്ട്. എനിക്കിഷ്ടല്ലേ? മിന്നു കുഞ്ഞിനെ വെറുതെ കൊണ്ടുവന്നു. അൾട്ടിമേറ്റ് പാനിപ്പൂരി ലവേഴ്സ്. ഇവരങ്ങനെ തരാറ് അല്ലേ? പക്ഷെ ലുലുന്ന് മേടിച്ചത് പൊട്ടയിടന്നു. ലുലുലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ലുലുന്ന് പാനിപ്പൂരി മേടിച്ചതാണ് കഴിഞ്ഞ പ്രശ്നം. എത്ര 16 അല്ല, അവിടെ 80 ആണ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല.
ഒരു പ്രാവശ്യം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ഫ്ലേവർ എന്തൊക്കെ ടേസ്റ്റ് ആയിരുന്നു. ഇത് ഇന്നും കഴിക്കാൻ പുളി കൂടുതലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടത്തെ നല്ല ടേസ്റ്റ്. ഇത് ഇവിടത്തെ കടയിൽ നിന്ന് അറിയൂ. ബെല്ലാവരിയുടെ ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് വരും. കടയുടെ പേര് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചത്. ഇതാണ് കടയുടെ പേര്, ബോംബെ ചാട്ട്. ഇവിടെ ചീസി പാവ് ഭാജി നല്ലതാ. ചീസി പാവ് ഭാജി നല്ലതാ. നമ്മുടെ പാനിപൂരിക്ക് 50 രൂപ. എനിക്ക് രാവിലെ ക്ഷമില്ല. പിടിക്കുന്നോ ഭയങ്കര സോഫ്റ്റ്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് പാവ് ഭാജിയുടെ മസാല നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. പക്ഷെ ടേസ്റ്റ് കുറവൊന്നുമല്ല, ആ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് വരെ അത് മനസ്സിലായി. കുഞ്ഞ് പിന്നെ വയറൊക്കെ നിറഞ്ഞ് പോയോണ്ട് പാനിപൂരി മാത്രമേ കഴിച്ചുള്ളൂ. പാവ് ഭാജി അവള് കഴിച്ചു. കാന്താരി എന്ന് പറഞ്ഞിട്ടാന്നറിയോ? കാന്താരി മുളക്. കാന്താരി എന്ന് പറഞ്ഞാൽ നീയാണ് കാന്താരി. ആ കട ഇവിടെ അതെ, ബോംബെ ചാട്ട് ഈ ബിൽഡിങ്ങിലാണ്. ഇവിടെ വെല്ലാമരിയ. ഇതാണ് ഗൈസ് കട, ബോംബെ ചാട്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ സെൻറ്റ് തോമസ് റോട്ടിൽ PJ ഹൗസിൻ്റെ ഓപ്പോസിറ്റ് അവരുടെ തന്നെ ഷോപ്പില്ലേ ജ്യൂസിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഷെയ്ക്കും ഇതൊക്കെ കുടിച്ചു കേട്ടോ. മാംഗോ ജ്യൂസാണ് ഞാൻ കഴിച്ചത്. ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുവിധം തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പായിരിക്കും കേട്ടോ. കാരണം 40-50 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഞാൻ കുടിക്കുന്ന ആ ഗ്ലാസ് അത്രയും ഷേക്ക് കിട്ടും കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റ് ഷോപ്പിട്ടുണ്ടല്ലോ. പനനൊങ്ക്, സീതപ്പഴത്തിൻ്റെ ഒക്കെ ഷേക്കുകൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ വീടെത്തിയിട്ടോ. ഞങ്ങൾ നേരെ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോഴത്തേനും അബ്ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കിച്ചണൊക്കെ ഒതുക്കി. അബ്ചേട്ടൻ കുറച്ച് ഫുഡൊക്കെ അവർ പോയ പാർട്ടീസ് കൊടുത്ത് കുറച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിക്ക് വെച്ച് നാളെ സൺഡേ അല്ലേ, കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവിടത്തെയും ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു, പുട്ട്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ കുറേ തണ്ണിമത്തനും ചെനയുടെ ആ സാലഡൊക്കെ തന്നിട്ട് കഴിപ്പിച്ചിട്ടല്ല ഞങ്ങളെ പുറത്തേക്ക് വിട്ടിട്ടാണെന്ന്. അപ്പോൾ ഓരോ സെറ്റ് പാനിപ്പൂരിയും പിന്നെ 2 പാവ് ഭാജി എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ് ഷെയ്ക്കും കുടിച്ചായിരുന്നു. പിന്നെ ഇവരൊക്കെ ജ്യൂസും. പിന്നെ ഞങ്ങൾ വയറ് ഫുള്ളായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. കാലത്തൊരു ഡേ ഇൻ മൈ ലൈഫിൽ തുടങ്ങിയതാണ്. പിന്നെ കുറേ നേരം കടയിലായിരുന്നല്ലോ. കടയിലത്തെ കാര്യങ്ങളെല്ലാം നേരം നമുക്ക് കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം അഭിചേട്ടനും കൂടെ ഏതാ സെല്യൂട്ട് ഫിലിം കാണാനിരിക്കുക. ഞാൻ തുണികളൊക്കെ മടക്കി വെച്ച് ഇനി കാണാനൊന്നും ഒന്നും മനസ്സിലാവില്ല. മുകളിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയോണം കൂടെ ഇടാണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പണി അവസാനിപ്പിച്ച് അവള് അവിടെ അവള് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നാളെ സൺഡേ ആണ്, ഞാൻ വ്ളോഗ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് ഇഷ്ടമാണ് ചെയ്യാൻ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടി കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.